പിണറായി ഉണ്ടായിരുന്നപ്പോൾ എവിടെയാണ് സ്ത്രീ സുരക്ഷ ഉണ്ടായിരുന്നത്? ഒരു മറ്റാതിരിക്കാൻ പാർട്ടി ഇങ്ങനെ ന്യൂസ് കേട്ടപ്പോഴേ മാറ്റി നിർത്തി, നല്ല കാര്യം. പക്ഷേ അതേ പാർട്ടി ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അതേ പാർട്ടി ഭരിക്കുമ്പോൾ, ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല UDFന്റെ ഇരിക്കുന്ന സമയത്ത് ഇത് അന്വേഷണം നടത്തി കുറ്റക്കാരനെങ്കിൽ ശിക്ഷ മേടിച്ചു കൊടുക്കുക, ഇരയാക്കി പെണ്ണുങ്ങൾ രക്ഷപ്പെടുന്ന ഈ ഒരു നീതിയോട് നമുക്ക് വ്യക്തിപരമായിട്ട് താങ്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയും ആ കേസിനെ പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? ഒരു ഇരയാണ്. ഇര എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ടവൻ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ പുറത്തു വിട്ട തെളിവുകൾ മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല. ഞാൻ പറയുന്നത് ഒരു യുവ നേതാവ് എന്ന് വെച്ചാൽ ഒരു യുവ നേതാവ് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ട, സാധാരണക്കാരനായി മാറേണ്ട ഒരു വ്യക്തിയാണ് ഇല്ലായ്മ ചെയ്തത്. ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരുണ്ട്. കാരണം പിണറായി വിജയൻ പോലീസായിരുന്ന സമയത്ത് വേറെ പല കേസുകളും മറയ്ക്കാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് പല കേസുകളും മറയ്ക്കാൻ വേണ്ടി പാവപ്പെട്ട ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ ഒരു MLA ആയി യുവതലമുറയ്ക്ക് മാതൃകയാകേണ്ടിയിരുന്ന ഒരു മനുഷ്യനാണ് മാങ്കൂട്ടം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടം. ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാനാണ് LDF സർക്കാർ ശ്രമിച്ചത്. ഇല്ലായ്മ ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം UDF പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി. കാരണം പാർട്ടി എന്നിട്ട് ഇപ്പോഴും പറയുന്ന പാർട്ടി തീരുമാനിക്കല്ല. എന്താണ് ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, രണ്ട് കൈയും കൂട്ടാതെ ഒച്ച കേൾക്കുകയില്ല. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെ അറിവോടെയാണ്, എൻ്റെ അറിവോടെയാണ്. അവൻ സാധാരണ ഒരു മനുഷ്യനായിട്ടിരുന്നപ്പോഴോ ഒരു പാർട്ടി പ്രവർത്തകനായിട്ടിരുന്നപ്പോഴോ ഈ ഒരു ചോദ്യങ്ങളും ഈ ഒരു പരാതികളും ഇല്ല. അവൻ ഒരു MLA പദവിയിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിലേക്ക് വന്നപ്പം ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാനാണ് അവിടെ ശ്രമിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തി പാലക്കാടുകാർക്കെല്ലാം വേണ്ട ഒരു ആളാണ്, ജനപിന്തുണയുണ്ടായിരുന്ന ആളാണ്, അത് ഓർക്കണം. കാരണം അടുത്ത ഈ ടൈം കൂടെ കിട്ടുവാണെങ്കിൽ സുഖമായി ജയിച്ചു പോകേണ്ട, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരാളായി മാറിയേനെ. പക്ഷെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പിണറായി സർക്കാരിൻ്റെ പല കാര്യങ്ങളും ഇല്ലായ്മ ചെയ്യാൻ കൂടിയാണ് പാവം കരുവാക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് സുതാര്യമായ അന്വേഷണമോ അതിനുള്ള തെളിവുകളോ ഇല്ലാഞ്ഞത്? എന്തുകൊണ്ടാണ് ഈ ഇരകൾ പറഞ്ഞത് മാത്രം കേട്ട് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്? അതിൻ്റെ ഒരു വ്യക്തമായ പ്ലാനിങ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ഇരകളൊക്കെ പുറത്തുനിന്ന് ആരോ ചലിപ്പിക്കുന്ന ഒരു റോബോട്ട് പോലെയാണ്. കാരണം ഏറ്റവും വലുതൊരു സ്ത്രീക്കൊരു മാനമാണ്. ആ മാനം വെച്ച് കളിക്കണമെങ്കിൽ ആ മാനത്തിൻ്റെ അവസാനം വരെ കളിക്കാൻ നിൽക്കും. എന്ന് വെച്ചാൽ അവസാനം വരെ ഒരു പെണ്ണിന് വേറൊന്നും പോകാനില്ല, അവസാനം വരെ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കും. എന്ന് വെച്ചാൽ പിന്നെ ഒന്നും ജീവിതത്തിൽ പോകാൻ. പക്ഷേ ഇതെന്താണ് ഇപ്പോൾ ഇല്ലാതെ, ഇപ്പോൾ ഇളക്കം വരാത്ത എന്താണ്? കാരണം ആണുങ്ങൾ തന്നെ ഈ ഒരു കളിച്ചങ്ങാതിയാണ്, ആണുങ്ങളെ തട്ടിക്കളിക്കാമെന്നുള്ള നമ്മുടെ നിയമവ്യവസ്ഥിതിയാണ് ഇതിൻ്റെ സത്യം പറഞ്ഞാൽ. കാരണം ഇന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഇരയാണെങ്കിൽ നാളെ നമ്മളോ ആരെങ്കിലും ഒരു ഇരയാവും. കാരണം ഒരു പെണ്ണ് ചെന്ന് അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അന്നേരെ പരാതി എഴുതി അവനെ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുവാണ്. അല്ലാതെ ഇതിന് സുതാര്യമായ ഒരു അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഏറ്റവും വലിയ അന്വേഷണം ഉണ്ടാകേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ആഞ്ഞു ചോദിക്കുകയാണ്, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവനോടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു പെൺകൊച്ചിനെ മൃഗീയമായി പീഡിപ്പിച്ച് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന ഒരു വ്യക്തിയാണ് ഗോവിന്ദചാമി. ആ വ്യക്തിക്കെതിരെ ഈ LDF സർക്കാർ വന്നിട്ടും ഒരു വിരൽ അനക്കാത്ത എന്താണ്? ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞപ്പം ഇവിടുന്ന് തൂക്കുകയർ കൊടുത്തെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ജീവപര്യന്തമായി മാറിയത്? ഈയിടെ ജയിൽ ചാട്ടം നടന്നു. ഗോവിന്ദചാമി എന്ന് പറയുന്ന കള്ളക്കാതകൻ ഈയിടെ ജയിൽ ചാട്ടം നടന്നു. പിന്തുണയില്ലാതെ നടക്കുമോ? ഒറ്റ കൈ വെച്ച് എവിടെ വരെ തൂങ്ങിക്കയറാൻ പറ്റും? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിയത് ചിന്തിക്കണം. ഒറ്റ കൈയ്യൻ എവിടെ വരെ ചാടിക്കയറാൻ പറ്റും? അത്രയും വലിയ മതിലിന് മുകളിൽ കയറണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം ആ നട്ടപ്പാതിലേക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് തന്നെ ഒരു 6 അടി മതിൽ 2 കൈയും വെച്ച് കുത്തി കഴിഞ്ഞാലേ കയറാൻ പറ്റുള്ളൂ. ചിന്തിക്കണം. 2 കൈയും വെച്ച് കുത്തി കാലൂടെ പൊക്കിയാലാണ് ഒരു 6 അടി മതിൽ. അത് കഷ്ടി ഒരു കട്ടയങ്ങടെ താഴെ വെച്ചാലേ കയറാൻ പറ്റൂ. എങ്ങനെ ഈ ഒറ്റ കയ്യൻ മതിൽ ചാടി? അകത്ത് തന്നെ പിന്തുണയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവനെ കൊണ്ട് ഈ അകത്ത് തന്നെ കാര്യം നടത്തുന്ന ആൾക്കാരുണ്ട്. പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആളുടെ ആഭ്യന്തരത്തിൽ എന്താണ് സാധാരണക്കാരൻ ജനങ്ങൾക്ക് കിട്ടിയ നീതി എന്താണ്? അവരുടെ പാർട്ടിക്കാർക്ക് കിട്ടി നീതിയല്ല. പാർട്ടിക്കാർ എന്ത് തെറ്റ് ചെയ്താലും നാളെ തീർക്കാം കേട്ടോ എന്നുള്ള രീതി, അതായിരുന്നു സാധാരണക്കാരന് കിട്ടേണ്ട നീതി പോലും നിഷേധിച്ചു. എത്ര ആത്മഹത്യ നടന്നു, അല്ലെങ്കിൽ എത്ര പേരെ ഇല്ലായ്മ ചെയ്യാൻ നോക്കി. അല്ലെങ്കിൽ ഇതെല്ലാം മാറ്റി നിർത്ത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വ്യക്തിപര അഭിപ്രായത്തിൽ
പാർട്ടി മാറ്റി നിർത്തിയെങ്കിൽ പാർട്ടിക്കൊരു കാരണമുണ്ട്. പാർട്ടിക്കൊരു ചീത്തപ്പേര് വരാതിരിക്കാൻ പാർട്ടി ഇങ്ങനെ ന്യൂസ് കേട്ടപ്പോഴേ മാറ്റി നിർത്തി, നല്ല കാര്യം. പക്ഷേ അതേ പാർട്ടി ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അതേ പാർട്ടി ഭരിക്കുമ്പോൾ, ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല UDFൻ്റെ ഇരിക്കുന്ന സമയത്ത് ഇത് അന്വേഷണം നടത്തി കുറ്റക്കാരനെങ്കിൽ ശിക്ഷ മേടിച്ചു കൊടുക്കുക, കുറ്റക്കാരനല്ല എങ്കിൽ ഈ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കടപ്പാടുകൂടെ വേണം. കാരണം അവനെ തെറ്റുകാരനാക്കിയാണ് ഇപ്പം നിർത്തിയിരിക്കുന്നത്. അതാണ് നമ്മളെല്ലാവരും, എല്ലാ ജനങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യം. അവനിപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തി തെറ്റുകാരനായിട്ടാണ് നിൽക്കുന്നത്, തെറ്റുകാരനായിട്ട് മാറി നിൽക്കുകയാണ്. പരിവവുമില്ല, പരാതിയില്ല. പക്ഷേ സ്വന്തം പാർട്ടി ഭരിക്കുമ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഈ ഇരകളുടെ പിന്നിൽ വേറെ ആൾക്കാരുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ കണ്ടെത്തി അതിൻ്റെ സുതാര്യമായ ഒരു അന്വേഷണമാണ് വേണ്ടത്. കാരണം ജനങ്ങളിപ്പോൾ തെറ്റുകാരനായി ഒരു പുരുഷൻ പോട്ടെ, MLA മന്ത്രി ഒന്നുമല്ല, ഒരു പുരുഷൻ തെറ്റുകാരനായി മാറി നിൽക്കുകയാണ്. അവൻ്റെ ആ മനസ്സാക്ഷി കുത്തുണ്ടാവാതിരിക്കാൻ ഉറപ്പായിട്ടും പാർട്ടി അത് അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ ആഭ്യന്തരം തന്നെ കയ്യിലുള്ളതുകൊണ്ട് അത് കൃത്യമായ സുതാര്യമായ അന്വേഷണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടത്തണമെന്ന് ചോദിച്ചാൽ, ഈ വ്യക്തികൾ ഇതുവരെ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല, അല്ലെങ്കിൽ പോട്ടെ രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ സ്ക്രീൻഷോട്ടുകൾ എന്നും പറഞ്ഞ് കുറേ മെസ്സേജുകളാണ് പുറത്തു വിടുന്നത്. ഈ മെസ്സേജുകൾ പുറത്തു വിടുമ്പം അപ്പുറവും ഇപ്പുറവും ഒരു ഹായ് ഇങ്ങോട്ട് പോയി അങ്ങോട്ടൊരു ഹായ് അയച്ചാലേ റിപ്ലൈ ഉള്ളൂ. അങ്ങനെയുള്ള രണ്ട് സൈഡിലെ മെസ്സേജുകൾ പുറത്തു വിടണം. അതിൽ തന്നെ തെറ്റുണ്ടോ എന്ന് അന്വേഷിക്കാം, വിശദമായുള്ള പരിശോധന, അതാണ് വേണ്ടത്. അല്ലാതെ ആ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിയെ മാത്രം പിടിച്ച് നിർത്തുന്നതല്ല ഒരു കേസ് വന്ന ഒരു പീഡന കേസ് വന്നതല്ല, അത് തെറ്റായ നടപടിയാണ്. ഞാനിപ്പം പറയുന്ന കേസ് എന്ന് പറയുന്നത് പാർട്ടി മാറ്റി നിർത്തിയ രാഹുൽ മാങ്കൂട്ടത്തെ അത് തെറ്റുകാരനല്ല എന്ന് കണ്ടെത്തുന്നെങ്കിൽ തിരിച്ചെടുക്കാൻ മനസ്സ് കാണിക്കണം. കാരണം തെറ്റുകാരനായിട്ട് പുറത്ത് നിൽക്കുകയാണ്. സ്വന്തം ഈ പാർട്ടി UDF വന്നിട്ട് പോലും ഇതിനെപ്പറ്റി ഒരു ചർച്ചയില്ലല്ലോ. LDFന് സത്യം പറഞ്ഞാൽ LDF എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി അത് അന്വേഷിച്ച് സുതാര്യമാണോ എന്നെങ്കിലും ആഭ്യന്തരമന്ത്രി ഒരു റിപ്പോർട്ടെങ്കിലും മേടിച്ച് നോക്കാനുള്ള മനസ്സ് കാണിക്കണം. കാരണം മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി നാളെ ഒരു മന്ത്രി വരെ എത്തി നിൽക്കാൻ പറ്റിയ അത്രയും വരെ കയറാവുന്ന ഒരാളായിരുന്നു. ഒരു യുവതലമുറയ്ക്ക് തന്നെ മാതൃകയാകാം, ഈ പാർട്ടിക്ക് വേണ്ടി തന്നെ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഈ പാർട്ടി മാറ്റി നിർത്തി, നല്ല കാര്യം. പക്ഷേ അന്വേഷിച്ച് ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ജനങ്ങളെ അറിയിക്കുക, കൃത്യമായ രീതിയിൽ അതിന് വേണ്ട ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അന്വേഷിക്കാതിരിക്കുകയാണെങ്കിൽ ആ പാവം തെറ്റുകാരൻ എന്ന നിലയിൽ തന്നെ തുടരും. അന്വേഷിക്കുകയാണെങ്കിൽ അതിലൊരു ജയവും തോൽവിയും ഉണ്ടാവും. പിന്നെ അന്വേഷിക്കേണ്ട ഒരു ഘടന എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പല സമയങ്ങളിലാണ് പല ന്യൂസുകളും വന്നത്. എന്ന് വെച്ചാൽ ഒരാൾ പീഡിപ്പിച്ച് മാറി കഴിയുമ്പോൾ അടുത്തയാൾ പീഡിപ്പിച്ച് അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇത് ഘട്ടമായിട്ടൊരു പ്ലാനിങ് ആണ്. ഇത് ഘട്ടം. കാരണം ഇവരുടെയൊക്കെ അക്കൗണ്ടാണ്, ഇവരുടെയൊക്കെ പുറത്ത് ആൾക്കാരുണ്ട്, കാരണം ഇവരുടെയൊക്കെ പുറത്ത് ഒരുപാട് ആൾക്കാർ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. കാരണം ആ വ്യക്തിയെ അവിടെ ടാർഗറ്റ് ചെയ്യുമ്പം ഇവിടെ വേറെ പല ലാഭങ്ങളും അവർക്കുണ്ടായേക്കാം. അതുപോലെ തന്നെയാണ് ഇപ്പം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് എല്ലാം വെളിയിൽ വന്നു, ബാക്കിയുള്ളവർ ഇരകളെന്നാണ് വിളിക്കുന്നത്. ഞാൻ ചോദിക്കുകയാണ്, ഞാൻ പൊതുസമൂഹത്തോട് ചോദിക്കുകയാണ്, ഏത് രീതിയിലാണ് ഇരകളാകുന്നത്? ഏത് ഇതിലാണ് ഇരകളാകുന്നത്? ഇരകളാക്കി മാറ്റുന്നത് എന്ന് വെച്ചാൽ ഇവരെ ഇരകളല്ല, അവരുടെ വ്യക്തിയുടെ ഈ ആണുങ്ങളെ പോലെ തന്നെയാണല്ലോ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തുല്യനീതിയാണ്. അപ്പം രണ്ടുപേരുടെയും പേര് പറയണം, എന്തുകൊണ്ട് പറയുന്നില്ല? ഇത് രാഷ്ട്രീയ കളിയാണ് ഇവിടെ സംഭവിച്ചത്. കാരണം ഇലക്ഷൻ വരുന്നു, പിണറായിയുടെ പല കാര്യങ്ങൾ മറച്ചു വെക്കുവാൻ വേണ്ടി പിണറായി പോലീസ് കെട്ടിച്ചമച്ച് പാവപ്പെട്ടവനെ ഇല്ലെന്നാക്കാനുള്ള കളി കളിച്ചു. അതിനൊരു അന്വേഷണം വേണം, അന്വേഷണത്തിലേക്കാണ് വേണ്ടത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യണ്ടേ. ഇനിയെങ്കിലും പാർട്ടി പ്രവർത്തകരെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ എനിക്കെതിരെയുള്ള ഇന്നപോലെയുള്ള പരാതിക്ക് എതിരെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രാഹുൽ മാങ്കൂട്ടം സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അതൊരിതല്ല. കാരണം നമ്മളെപ്പോലെയുള്ള കുറേ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം തന്നെ ഇതിലേക്ക് ഇറങ്ങി വരണം. കാരണം ഉറച്ച മനസ്സോടെ വിശ്വാസത്തോടെ പോയ അവസാനം വരെ പോരാടുകയാണെങ്കിൽ വിജയ് ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ആയിരിക്കും. കാരണം ആണ് എന്ന് പറഞ്ഞ ഒരു വർഗത്തെയാണ് ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നത്. ആണ് എന്ന് പറഞ്ഞ ഒരു വർഗത്തെയാണ് ഇല്ലായ്മ ചെയ്യാൻ പോകുന്നത്. എവിടെ വേണേലും നോക്കിക്കും. പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അന്നേരം എടുക്കുന്ന ആരെയാണ്? സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നില്ല, സ്ത്രീകളെ ഇര എന്ന് പറഞ്ഞ് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. അതേസമയം രണ്ടുപേരും ചെയ്തത് തെറ്റാണെന്നാണ് അംഗീകരിക്കേണ്ടത്. രണ്ടുപേരും ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിച്ചുള്ള നിയമമാണ് വേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയിൽ അതാണ് വേണ്ടത്. അത് തുല്യത നീ തന്നെയാണ് നടപ്പിലാക്കുന്നത്.
പാലക്കാടിൻ്റെ മണ്ണിൽ ഇന്നും ജയിച്ചു നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്, ഒരു ചെറുപ്പക്കാരനെയാണ് ഇല്ലായ്മ ചെയ്തിരിക്കുന്നത്. ഗോവിന്ദചാമി കിടക്കുന്നു, ജിഷ വധക്കേസിലെ പ്രതി കിടക്കുന്നു. ഇങ്ങനെ പീഡിപ്പിച്ച വീരന്മാരെല്ലാം സുഖ ആരോഗ്യപരമായിട്ടെല്ലാം ഇതായിട്ട് കിടക്കുന്നു. പാവപ്പെട്ടവൻ പുറത്ത് നിന്ന് ആക്രമിക്കുന്നു. അവന് മാനനഷ്ടം കൊടുത്തതിന് കേസ് കൊടുക്കണം. മാനനഷ്ടം, കാരണം ആണിനും പെണ്ണിനും ഉള്ള ഒരേ മാനം തന്നെയാണ്. മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. പെണ്ണുങ്ങൾ ചെന്ന് പറഞ്ഞാൽ അന്നാരെ പരാതി എടുക്കുകയും ഒരാളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ ആണുങ്ങൾക്ക് തന്നെ നീതിയില്ലേ? ഈ രണ്ട് കൈ ഈ നമ്മളെപ്പോലുള്ള ആൾക്കാർ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 600 രൂപ ഇപ്പോൾ സെൻട്രൽ ജയിലിൽ കൂലി കണ്ടു. 600 രൂപയുടെ പുതുക്കിയതാണ്. ഗോവിന്ദചാമി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഭയങ്കര സുന്ദരനായിട്ട്, എന്ന് വെച്ചാൽ നമ്മൾ കണ്ണീരിൽ കുതിർന്ന് അടയ്ക്കുന്ന ടാക്സിയിൽ നിന്ന്, നമ്മുടെ ടാക്സിയിൽ നിന്നാണ് അവൻ അവിടെ ബിരിയാണിയും ചപ്പാത്തിയും കഴിക്കുന്നത്. നീതി നടപ്പാക്കുവാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടം സാധാരണക്കാരനായ ഒരു പെങ്കുച്ചിനെ അല്ലല്ലോ പീഡിപ്പിച്ചത്. സാധാരണപ്പെട്ട ഒരാളെ അല്ലല്ലോ. അല്ലെങ്കിൽ സാധാരണ ഒരു പീഡിപ്പിക്കപ്പെട്ടു എന്നും പറഞ്ഞ് ഈ അവഖ്യാതി ഉണ്ടാക്കുന്നത്. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സാധാരണ ഒരു വിവാഹ സ്വപ്നം കണ്ടു നടന്ന ഒരു പെൺകുട്ടി ട്രെയിനിൽ യാത്ര ചെയ്തപ്പം ആ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പീഡിപ്പിച്ചവനാണ് ഗോവിന്ദചാമി. അവനും കിടക്കുന്നുണ്ട് സെൻട്രൽ ജയിലിൽ. അവന് തൂക്കുകയർ കൊടുക്കാൻ പറ്റാത്ത പിണറായി സർക്കാർ എന്ന നിയമമാണ് രാഹുൽ മാങ്കൂട്ടത്തെ കുരിശേ കയറ്റാൻ നിന്നത്. അതാണ് ഏറ്റവും വലിയ രസം. പറയുന്നതോ സ്ത്രീ സുരക്ഷ എവിടെയാണ്? പിണറായി ഉണ്ടായിരുന്നപ്പോൾ എവിടെയാണ് സ്ത്രീ സുരക്ഷ ഉണ്ടായിരുന്നത്? ഒരു മദ്യപാനി ഒരു കൊച്ചിനെ ചവിട്ടി ട്രെയിനിൽ നിന്ന് താഴെ ഇട്ടായിരുന്നു. അത് സ്ത്രീ സുരക്ഷയാണ്. തിരുവനന്തപുരം വർക്കല വെച്ചെങ്ങാണ്ട സംഭവം. ഒരു ട്രെയിനിൽ നിന്ന് ഒരു മദ്യപൻ ട്രെയിനിൻ്റെ സൈഡിൽ നിന്ന് ചവിട്ടി താഴെ ഇട്ട് നട്ടെല്ലൊടിച്ച് അത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. അമൃതായിലൊക്കെ കിടന്നത്. അതിന് കേസുമില്ല, ഒന്നും എടുത്തുമില്ല. ആ അമ്മ കരയുന്ന പോലെ ന്യൂസുകളിലും കണ്ടത്. എൻ്റെ കൊച്ചിനെ ഒന്ന് കാണണം, ആശുപത്രിയിൽ നിന്ന് മാറ്റണമെന്നും പറഞ്ഞു. അപ്പോൾ അത് സ്ത്രീ സുരക്ഷയല്ല. ബാക്കി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം വന്നാൽ സ്ത്രീ സുരക്ഷ, അത് ഭയങ്കര സ്ത്രീ സുരക്ഷയാണ്. പിണറായി വിജയൻ ഇരുന്നപ്പം സ്വന്തം പാർട്ടിക്കാർ തന്നെ എത്ര കേസുണ്ടോ? സ്വന്തം പാർട്ടിക്കാരുടെ ഇതൊന്നും വെളി വരുത്തുകയില്ല. കാരണം എന്താ? പാർട്ടി കയ്യിലുണ്ടല്ലോ, ചങ്കൂറ്റമുണ്ടല്ലോ. അതുകൊണ്ട് കളിച്ചത് കൊണ്ടാണ് ഈ പ്രാവശ്യം അടിയെ പോയത്. പോയതിൻ്റെ കാര്യം അതാണ്. അത് ജനങ്ങൾ പൊട്ടന്മാരല്ല, ജനങ്ങളും ഒരു നീതിപീഠം തന്നെയാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുത്തവരാണ്. അതുപോലെ തന്നെ ഞാൻ വ്യക്തമായിട്ട് പറയാം, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു മനുഷ്യനുമാണ്. കാരണം അവൻ അങ്ങോട്ട് ഓടിപ്പോയി പീഡിപ്പിച്ചെന്ന് പറയാൻ പറ്റിയിരുന്നു ഇല്ലേ? രണ്ടുപേരും പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്ത വ്യക്തികളുടെ കൈ തമ്മിൽ കൂട്ടിമുട്ടി. ഇത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞുണ്ടാകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ കേസ് കൊടുത്ത് കഴിഞ്ഞുണ്ടാകുന്ന കാര്യം ഉദാഹരണം നമ്മളൊക്കെ ചിന്തിച്ചറിയാം. പിടിക്കുന്നു, അകത്തോട്ട് കൊണ്ടുപോകും വളരെ പെട്ടെന്ന്. എന്ന് വെച്ചാൽ വളരെ രഹസ്യമായിട്ടാണ് നീക്കങ്ങൾ. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തി ഒന്ന് ചിമുങ്ങാൻ പോലും അവസരം കൊടുക്കാത്ത രീതിയിൽ ചെയ്തു. എന്നിട്ട് എന്തായി? സുപ്രീം കോടതിയിൽ ചെന്നപ്പം ജാമ്യം കിട്ടി. എന്തുകൊണ്ട്? നേരും നെറിയും ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ്. റീഅന്വേഷണം നടത്തട്ടെ. ഈ പറഞ്ഞ പെണ്ണുങ്ങൾ ചിലപ്പോൾ ഉള്ളേ പോകും. റീഅന്വേഷണം നടത്തണം. ഇതിന് വ്യക്തമായി പറയുകയാണ്, ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന നീതിപീഠത്തെ ആർക്കും വിശ്വാസമില്ല. ഇതിന് സുതാര്യമായ അന്വേഷണം കൊണ്ടുവരിക. രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതിനുവേണ്ടി മുന്നോട്ട് വരിക. സ്വന്തം പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇതാണെങ്കിൽ തിരിച്ചെടുക്കുക തന്നെ ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തെ. കാരണം അത് യുവ നേതാവാണ്. അവനൊരു തെറ്റ് ഇങ്ങനെ മാറ്റി നിർത്തേണ്ടതല്ല. തെറ്റ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തട്ടെ, എന്നിട്ട് മാറ്റി നിർത്തട്ടെ. ഇപ്പം കാണിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ LDF എന്ന് പറഞ്ഞ കാപാലികന്മാർ തകർത്ത് കളഞ്ഞതാണ് ഒരു ഭാവി. ജനങ്ങൾ അറിയേണ്ട, ജനങ്ങളോട് ചേർന്ന് നിൽക്കേണ്ട ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. അതാണ് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം. എൻ്റെ വ്യക്തിപരമായ ഞാൻ വേണേലും ഇത് കൊടുക്കാൻ തയ്യാറാണ്. കാരണം അന്വേഷണം വേണം. ഇത് എവിടെ നിന്ന് ഉത്ഭവിച്ചു, ഇങ്ങനെ ഒരു പീഡനകഥ എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് പീഡിപ്പിക്കാൻ കൊണ്ടുപോയത്, ഇതിൻ്റെ കൃത്യമായ പ്രൂഫുകൾ തന്നെ ഇല്ല. അത് കഴിഞ്ഞപ്പം ആദ്യത്തെ ആൾ പറഞ്ഞതാ, അതെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കണമെന്നേ ഉള്ളായിരുന്നു, എനിക്ക് പരാതിയില്ലെന്ന്. പിന്നെ എന്നാ മൂഞ്ചാനായി സ്ക്രീൻഷോട്ടായി പുറത്താക്കിയിട്ടത്. രാഹുൽ മാങ്കൂട്ടം അയക്കുന്ന മെസ്സേജിൻ്റെ ഇത് വെക്കാനായിട്ട് സ്ക്രീൻഷോട്ട് പുറത്തു വിട്ടു. എന്തിന്? ഒരു സ്ക്രീൻഷോട്ട് പുറത്ത് വന്നപ്പോൾ തന്നെ ആടി ഒലഞ്ഞു. എന്നാ പിണറായി ഭരിക്കുന്ന പാർട്ടിക്കാർ ആണ് കളിച്ചത്. അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയല്ല, മൂത്രമൊഴിക്കാൻ പോകാൻ പറ്റിയല്ല. എന്നത് MLA എന്ന് പറഞ്ഞാൽ ഈ നെറ്റിയെ ചാർത്തുന്ന പദവിയല്ല, ജനങ്ങൾ കൊടുത്ത ഒരു പദവിയാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുത്ത് കൊടുത്ത പദവിയാണ്. പക്ഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തീർച്ചയായും ഞാൻ പറയുന്നു, റീഅന്വേഷണം നടത്തുക, യഥാർത്ഥ തെറ്റുകാരെ കണ്ടെത്തുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് ഇപ്പോൾ ചെയ്യേണ്ട, ആഭ്യന്തര വകുപ്പ് മന്ത്രി ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. കാരണം
UDF വേണ്ടി ചങ്ക് വെള്ളമാക്കിയും പോലീസുകാരുടെ അടി കൊണ്ട ആളാണ് രാഹുൽ മാങ്കൂട്ടം. പല ന്യൂസും മുന്നോട്ടുള്ള എടുത്തു നോക്കിയാൽ അറിയാം. അതുപോലെ പാർട്ടിക്ക് വേണ്ടി ചങ്കും ചോരയും കൊടുത്ത ആളാണ്. അപ്പം ഇപ്പം മാറ്റി നിർത്തിയിരിക്കുന്നത് UDF ഈ പാർട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ തെറ്റാണ്. യഥാർത്ഥ അന്വേഷണം നടത്തി, സുതാര്യമായ അന്വേഷണം നടത്തി രാഹുൽ മാങ്കൂട്ടം തിരിച്ചെടുക്കാനുള്ള ചങ്കൂറ്റം UDF കാണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇരുട്ടിൽ തപ്പി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ എന്നേക്കുമായി ഇരുട്ടുമുറിയിലേക്ക് അടച്ചു വിടാൻ ആരും സമ്മതിക്കരുത്. കാരണം നാളെ ജനങ്ങളിൽ ഒരു പ്രതീക്ഷയുള്ള, ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് സുതാര്യമായ അന്വേഷണം സത്യസന്ധമായ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിന് ഇപ്പോഴത്തെ സംവിധാനത്തിൽ UDF ഈ ഭരണമുണ്ട്, UDF ആഭ്യന്തര വകുപ്പുണ്ട്, എത്തിക്കാൻ സാധിക്കും. നിങ്ങൾ കണ്ണടച്ചാൽ നാളെ ഒരു നേതാവ് പോകും. പക്ഷേ ഈ വ്യക്തി കേട്ട, രാഹുൽ മാങ്കൂട്ടൻ കേട്ട ഇത്രയും ഈ ലോകത്തോട് തന്നെ ഈ 14 ജില്ലകളിലുള്ള ജനങ്ങൾ അത് ഇനി പൊറുക്കാതെ വരും. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തി ഒരു നേതാവാണ്. നാളെ ഏതെങ്കിലുമൊക്കെ സ്ഥാനത്ത് എത്തേണ്ട ഒരു വ്യക്തി കൂടിയാണ്. അതും കൂടി കണക്കിലെടുത്ത് ഒന്നുകൂടെ ഞാൻ പറയുന്നു, രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത് അന്വേഷണം നടത്തുക. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിയെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുക. അതുപോലെ തന്നെ ആ മനുഷ്യൻ ഇനിയും ഒരുപാട് ഓട്ടങ്ങൾ ഓടിയെത്താനുള്ളതാണ്. അതുകൊണ്ട് അതിനൊരു പിന്തുണ കൊടുക്കുക, ജനങ്ങൾക്കൊരു നേതാവിനെ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇത് ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്. ഇത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചാൽ നാളെ നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കാം. കാരണം ഒരു പെങ്കച്ച് ഇങ്ങനെ വന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ നാട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് അത്രയും പ്രശസ്തിയും പദവിയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും അത്ര MLA സ്ഥാനത്ത് ഇരുന്നത് കൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പുറത്തു വന്നു. നമ്മളാണെങ്കിൽ അകത്തിടി കൊണ്ട് കിടക്കുകയല്ലാതെ ഇതിനൊരു തെളിവും കാണുകയില്ല, ഒന്നും കാണുകയില്ല. അതുകൊണ്ട് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നമ്മൾ കൈകോർത്താൽ നാളെ നമുക്ക് വരുന്ന വലിയൊരു ആപത്തിന്, എന്ന് വെച്ചാൽ ആണുങ്ങളെ ഇരയാക്കി പെണ്ണുങ്ങൾ രക്ഷപ്പെടുന്ന ഈ ഒരു നീതിയോട് നമുക്ക് ഗുഡ് ബൈ പറഞ്ഞ് ഒഴിഞ്ഞു മാറ്റി നിർത്താൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും കൈകോർക്കുക, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മുന്നോട്ട് പോവുക. നാളെ അത് ജനങ്ങളാൽ തുറക്കുന്ന ഒരു കൺതുറപ്പ് കൂടിയാവും ഈ നീതി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.